ശ്രീ വൈശാഖ മഹാത്മ്യം സമ്പൂർണ്ണ പാരായണത്തിൽ ഒന്നാമത്തെ അധ്യായമാണ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. വൈശാഖ മാസം മാധവപ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാസമാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കുളിക്കണം. അത് തടാകത്തിലോ നദിയിലോ കുളത്തിലോ ഒക്കെ കുളിച്ചാൽ അത്യുത്തമമാണ്. അവിടെ സർവ്വദേവതമാരും നമ്മെ കടാക്ഷിക്കുവാൻ വേണ്ടി, നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി അവിടെ ഉണ്ടാകും എന്നാണ് ഈ അധ്യായത്തിൽ പറഞ്ഞത്. ജലദാനവും മറ്റു ദാനങ്ങളും, പ്രഭാതത്തിലുള്ള കുളി, ഭഗവത് പൂജ, ഭഗവത് ആരാധന എത്രയൊക്കെ പറ്റുമോ അത്രയൊക്കെ ഈ മാധവ മാസത്തിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാമത്തെ അധ്യായം. ചൊല്ലേറും വൈശാഖത്തോടൊത്ത മാസങ്ങളില്ല, തുല്യതയില്ല കൃതയോഗത്തോടൊത്ത കാലം. ശാസ്ത്രങ്ങൾ വേദത്തോടു തുല്യമല്ലെന്നും പിന്നെ തീർത്ഥങ്ങൾ ഗംഗയോടും ദാനങ്ങൾ ജലത്തോടും. തുല്യതയില്ല ഭാര്യക്കൊത്തൊരു സുഖം യഥാ, ചൊല്ലേറും കൃഷിക്കൊത്ത വിത്തവുമില്ലയല്ലോ. ജീവിതത്തോടു സമലാഭമില്ലൊന്നു നൂനം, കേവലം വികസനത്തോടൊ തപസ്സൊന്നും. ധർമ്മങ്ങൾക്കൊന്നും ദയാ തുല്യതയില്ല പാർത്താൽ, ധർമ്മങ്ങൾക്കൊത്ത ബന്ധുവർഗവുമില്ലയല്ലോ. സത്യത്തോടൊത്തോ രശസ്സും പുനരതുപോലെ, സത്യമാധവനൊത്ത രക്ഷിതാക്കളുമില്ല. വൈശാഖവ്രതം പോലെ വ്രതങ്ങളൊന്നുമില്ല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. കേശവ പ്രീതിക്കുന്നു ധന്യ ധരിക്ക നൃപോത്തമ. വൈശാഖവ്രതം പോലെ ഒരു വ്രതവും ഇല്ല എന്നാണ് പറയുന്നത്. തദ്വ്രത വിഹീനന്മാർ ചെയ്യും സൽക്കർമ്മ ഫലം വിദ്രുതം സിദ്ധിക്കുമാറില്ലെന്നു നൂനമത്രേ. സുഹൃതഹീന ദിവ്യോഗ്യോനികൾ പ്രാപിച്ചുടൻ അഖില കർമ്മ ബഹിഷ്കൃതനായി വരുമെടോ. ഭക്തിയില്ലെന്നാകിലും ഈ വ്രതമനുഷ്ഠിച്ചാൽ ഭക്തനായി വരും അവൻ ബുദ്ധിയും സിദ്ധിച്ചിടും. ബഹുവിത്തങ്ങൾ കൊണ്ട് ദാനങ്ങൾ ചെയ്താകിലും, ബഹുകർമ്മങ്ങൾ അശ്വമേധാദി ചെയ്താകിലും, ബഹുകർമ്മങ്ങളശ്വമേധാദി ചെയ്താകിലും, ദേഹികൾ വൈശാഖമാം വ്രതത്തെ ചെയ്തിടാകിൽ ജനിക്കും ഭൂയോ ഭൂമോ മാധവ സ്നാനം ചെയ്താൽ. ജനിക്കയില്ല പിന്നെ സഫലം സർവകർമ്മം, അന്നദാനാദി ധർമ്മ കർമ്മങ്ങളെല്ലാറ്റിനും. മന്നവ ജീവനായ തീവ്രതയറിഞ്ഞാലും, വിവിധ ദാനങ്ങളിൽ ഉത്തമം ജലദാനം. അവധിഹീന മധു വൈശാഖി വിശേഷിച്ചും, സർവതീർത്ഥങ്ങളുടെ സൽഫലങ്ങളും പിന്നെ സർവദാനങ്ങളുടെ പുണ്യവും ഒന്നായിക്കൂടി. വൈശാഖി ജലദാനം പുണ്യവും ഒന്നിൽ ചേർത്തു, സംശയം തീർപ്പാൻ തുര തുല്യമായി തൂക്കും നേരം. ഏറെ തൂങ്ങിയ ദമ്പൂദാനത്തിൻ ഫലമിടു, നേരത്തെ പറഞ്ഞതു ഭൂപതി ധരിച്ചാലും. തനിക്കു സാധ്യമല്ലെന്നാകിലഞ്ഞനെ കൊണ്ടു, തനിച്ച ഭക്തിയോടെ ചെയ്യിപ്പീനെന്നാകിലും അല്പമായ പുണ്യം ലഭിക്കും അവൻ പിന്നെ. ജനിക്കയില്ല ഭൂമോ ധരിക്ക നൃപോത്തമ. മാർഗത്തിൽ തണ്ണീർ പന്തൽ അമ്പുതാൻ മാർഗപീഡിതരായ ജനങ്ങൾ കിരിപ്പാനായി, മാർഗത്തിൽ തണ്ണീർ പന്തൽ തീർത്ഥംബുദാനം ചെയ്താൽ. തരസാ കോടി കുല മുദ്രിത വിഷ്ണു ലോകി, സരസം പൂജ്യനാകും അവനെന്നറിഞ്ഞാലും. ദേവകൾ പിതൃക്കളും ഋഷികൾ എല്ലാവരും ആവൂഴം പുകത്തുന്ന സൽപാത്രദാനം തന്നെ. വ്യജനം ഛത്രം ജലം എന്നിവ ഭക്തിയോടും ദ്വിജനു ജാനം ചെയ്താൽ എത്രയും പുണ്യം സഖേ. ഓം തത്സത്. മാധവമാസത്തിങ്കൽ കുടുംബിയായിടുന്ന ഭൂദേവനൊരു ജലകുംഭത്തെ നൽകിയിടനാൽ, ജാതകമായി തന്നെ ജനിക്കുമെന്നവന്നേതും സംശയമില്ല. ഭൂപതേ ധരിച്ചാലും കുടുംബിയായ വിപ്രൻ തനിക്കുരുടംബയോ. ഘടദാനത്തെ ചെയ്താൽ അവനു വിശേഷിച്ചു 10,000